മതിയടി തള്ളിയത്. എന്റെ രോഗം നിനക്ക് കിട്ടിയോ? ഇനി ശരിയാ. കാരണം ഞാൻ ആരും ഇല്ലെങ്കിലുണ്ടല്ലോ ഈ കഥ ഒരു 12 തവണയെങ്കിലും തുറക്കുന്നോ നോക്കൂ. ഹായ്, നമസ്കാരം. ഞങ്ങളിന്നേ അമ്പാടിനെ മുടി വെട്ടാൻ പോവാ കേട്ടോ. അമ്പാടി എന്തിനാ തുറന്നത്? എന്താ പഠിച്ച പാട്ടാന്നോ? പാട്ട് ആസ്വദിച്ചോ? ഓ, താഴെ വീണല്ല. മിസ്ത് പിഷിയാണോ? മിച്ചി പിച്ചി. ഇതെന്താ തമിഴ് പാട്ടോ അത് മലയാളോ? ഇത് എന്തോ ഇത്? ആ, അതാര്? അതെന്തൊരു പേരാടേ? നമ്മള് ബാർബർ ഷോപ്പിന്റെ അവിടെ വന്നിരിക്കുക. അപ്പൊ അതിന്റെ അടുത്തുള്ള കടകളൊക്കെയാ. ചായക്കടയുണ്ട്. ഇവിടെ ഒരു വെജിറ്റബിളും ഫ്രൂട്ട്സും ഡേറ്റ്സും ഒക്കെ. ആ കാണുന്ന ബാർബർ ഷോപ്പാണ് കേട്ടോ. അവിടെയാണ് അവർ പോയിരിക്കുന്നത്. ഞങ്ങൾ ഇറങ്ങിപ്പോയില്ല. ഞാനും പവിക്കുട്ടിയും കൂടെ വണ്ടി ഇരിക്കുക. അച്ഛനും മോനും കൂടെ പോയേക്കുന്നത്. അപ്പൊ ഇനി മുടിയൊക്കെ വെട്ടിയിട്ട് വരുമ്പോ എന്താ നോക്കാം. എന്ത് ചെയ്യണേ? മുടിയൊക്കെ വെട്ടി കുട്ടപ്പനായിട്ട് ഇരുട്ടാവുന്നല്ലേ? നോക്കട്ടെ എടാ, നോക്കട്ടെടാ. ഉണ്ണിക്കുട്ടാ, ആഹാ, കുട്ടപ്പനായോ? എന്റെ കുഞ്ഞ് നാനേ വരച്ചല്ലേ അമ്പൂട്ടാ? നോക്കട്ടെ. അതെങ്ങനെയാടി? അങ്ങനെയൊക്കെ ഉണ്ടോ? അച്ഛ ഇപ്പൊ വരും കേട്ടോ. അമ്പൂട്ടാ, അച്ഛാന്റെ പൈസ അങ്കിളിന് കൊടുക്കാൻ പോയി. അമ്പാടിനെ കണ്ടായിരുന്നോ? ഇല്ല, അമ്പാടി എവിടെ പോയടേ? ഇത് ഏത് ചെക്കേ? നോക്കട്ടെ. അല്ലടി, ഏട്ടനവിടെ കടയിലോട്ട് കയറിപ്പോയി. ഞങ്ങൾ പിന്നെ വീണ്ടും വണ്ടിയിലിരിക്കുകയാണ്. ഇവിടെ റോഡിലൊരു ആക്സിഡന്റ് നടന്ന്. അപ്പൊ അതുകൊണ്ട് നല്ല ബ്ലോക്കാ. വണ്ടികളൊക്കെ ഇഴഞ്ഞിഴഞ്ഞാ പോകുന്നത്. ഇല്ലടേ, അല്ല, അവിടെ എല്ലാം ആൾക്കാർ നിപ്പുണ്ട് കേട്ടോ. പോലീസൊക്കെ നിപ്പുണ്ട്. ക്രിഞ്ചോ? അതെന്താ? ക്രിഞ്ചോ? ആ, 40 വർഷത്തോളം പഴക്കമുള്ള പാട്ടുകളൊക്കെ. ഇന്നൊരു പാട്ട് ഹിറ്റാണ്. ഇപ്പൊ അങ്ങോട്ട് നോക്കി ഇങ്ങോട്ട് നോക്കി ചരിഞ്ഞു നോക്കി നിന്ന് നോക്കി ഒരു പാട്ടായി. ഇത്രയും പറഞ്ഞാ മതി, പാട്ടായി. ആ, പണ്ടത്തെ പാട്ടുകളാണ്. നോക്കട്ടെ, സ്റ്റൈലുണ്ടോ നോക്കട്ടെ. ആഹാ, അടിപൊളിയായല്ലോ. അമ്പാടിയെ മുടിയൊക്കെ വെട്ടിക്കാൻ പോയിട്ട് വന്നിട്ടേ ഇന്നിനി നൂഡിൽസ് ആക്കാന്ന് കരുതി. അത്താഴം കുറച്ച് മീൻ വറുത്തൊക്കെ ഇരിപ്പുണ്ട്. മീൻ കറിയും ഇരിപ്പുണ്ട്, ബാലൻസ് ഉച്ചക്കലത്തെ. പക്ഷെ ചോറ് മാത്രം ഇല്ല. അപ്പൊ അതുകൊണ്ടാണ് ഇന്ന് നൂഡിൽസ് ആക്കാൻ കരുതി. ക്യാപ്സിക്കവും ക്യാരറ്റും ഒക്കെ ഇട്ടിട്ട് നൂഡിൽസ് 3 പാക്കറ്റ് 4 പാക്കറ്റ് എടുക്കാൻ കരുതി. അത്താഴത്തിന് എല്ലാവർക്കും വേണമല്ലോ, അതുകൊണ്ട്. അപ്പൊ ഇനി ഇതൊന്ന് അരിഞ്ഞെടുക്കണം. ക്യാപ്സിക്കവും ക്യാരറ്റും ഒക്കെ അരിഞ്ഞെടുത്തു. ഇനി ഇത് കുറച്ച് ഒന്ന് വേവിക്കണം. അത് കഴിഞ്ഞിട്ട് മതി ഈ നൂഡിൽസ് ഒക്കെ ഇടുന്നത്. ഇതൊരു 1/4 ഭാഗം എന്ത് വരുമ്പോൾ മതി അതിടുന്നത്. അപ്പൊ ഇനി ഇത് വേവിക്കണം. അപ്പൊ നൂഡിൽസ് ഉണ്ടാക്കാനായിട്ട് കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. നന്നായിട്ട് തിളച്ചു വന്നു. അപ്പൊ അതിനകത്തിട്ട് ക്യാരറ്റ് ഇടുവാണ്. അമ്പാടി ഭയങ്കര ബഹളം, അതുകൊണ്ട് പറയുന്നൊന്നും കേൾക്കത്തില്ല. പിന്നെ ക്യാപ്സിക്കവും കൂടെ അങ്ങിട്ട്. ഇനി ഇതൊന്ന് വെന്ത് വരട്ടെ.
അപ്പോൾ ഞാനൊരു 3 പാക്കറ്റ് ആണ് എടുത്തത്. മാഗി ചിക്കൻ ഫ്ലേവറാണ് കേട്ടോ എടുത്തേക്കുന്നത്. അപ്പം 3 പാക്കറ്റ് ഒന്ന് ചെറുതായിട്ട് ഒന്ന് പൊടിച്ചുകൊണ്ടെടുത്തിട്ടുണ്ട്. ക്യാരറ്റും ക്യാപ്സിക്കും ഒക്കെ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ അതിൻ്റെ കൂടെ ഇട്ടു. ഇനി ഇതിനകത്തോട്ട് 2 പാക്കറ്റ് മസാലയാണ് കേട്ടോ ഇടുന്നത്. പിന്നെ നമുക്ക് നോക്കിയിട്ടിട്ടാൽ മതി, ചിലപ്പോൾ ഇതിട്ടാൽ ഉപ്പൊക്കെ കൂടിപ്പോവും തോനെ അങ്ങ് ഇട്ട് കഴിഞ്ഞാൽ. അപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു 1.5-2 പാക്കറ്റ് ഇടുമ്പോൾ റെഡി ആവുമെന്നാണ്. 3 പാക്കറ്റ് മാഗിയാണ് എടുത്തേക്കുന്നത്. ഫ്ലാഗിൻ്റെ കളറിൽ നമ്മുടെ നൂഡിൽസ് ഇങ്ങനെ വെന്തോണ്ടിരിക്കുകയാണ് കേട്ടോ. നോക്കിയേ, കളറുകൾ കണ്ടില്ലേ? ഞാൻ പറഞ്ഞ കറക്റ്റ് അല്ലേ ഫ്ലാഗിൻ്റെ കളർ വരുന്നത്? ഇപ്പം നമ്മുടെ ക്യാപ്സിക്കൊക്കെ ഇട്ട് ക്യാരറ്റൊക്കെ ഇട്ട് മാഗി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അപ്പോൾ ഇത് കഴിക്കട്ടെ, എല്ലാവർക്കും ഒക്കെ കൊടുക്കട്ടെ. ഇന്നപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ വിശേഷം. നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.